ഹലോ ഹായ് നമസ്കാരം. ധ്യാൻ ശ്രീനിവാസൻ്റെ മുഖം പ്രധാന ഫേസായി വെച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ സീക്രട്ട് ഓഫ് കലിംഗ തിയേറ്ററിൽ പോയി കണ്ടു. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ്റെ മുഖം വലുതായി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസന് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒരു കഥ പറച്ചിലുകാരൻ്റെ ചില എലമെൻറ്റ്സ് ഒക്കെ വരുന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര റോളില്ല. ബട്ട് ഉള്ളത് വൃത്തിക്ക് വന്നിട്ടുണ്ട്. അതായത് ധ്യാൻ്റെ ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ടായിരുന്നേ. പോസ്റ്ററിൽ ധ്യാൻ്റെ പടം കണ്ടിട്ട് തിയേറ്ററിൽ ചെല്ലുമ്പോൾ പോസ്റ്ററിൽ മാത്രമുള്ള, അതായത് ആ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ സിനിമയിൽ. പക്ഷേ ഇതങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വലിയ തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അൽത്താഫ് ഉണ്ട്. അവർ രണ്ടുപേരും വളരെ കുറച്ച് മാത്രമേ സിനിമയിലുള്ളൂ. മറ്റ് അഭിനേതാക്കളാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സിനിമ മൊത്തത്തിൽ ഇപ്പം ഇന്നലെ അതിൻ്റെ ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്തപ്പോൾ ഓപ്പൺഹൈമർ ഓഫ് മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ധ്യാൻ്റെ പേര് പലരും കമൻറ്റ് ബോക്സിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതങ്ങനെ ഒരു ബോംബ് പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് കണ്ടിരിക്കാൻ പറ്റാത്ത, ഭയങ്കര ലാഗ് അടിപ്പിക്കുന്ന, ഒരു കാര്യമില്ലാതെ റിലീസായിരിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ എനിക്കിതിനെ നോക്കി കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവർ വെച്ചുകൊണ്ട് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറയട്ടെ, നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും പിടിക്കരുത്. സിനിമയായിട്ട് ദയവേത് ചെയ്യരുത്. ഏതെങ്കിലും ഒരു നല്ല OTT പ്ലാറ്റ്ഫോമായിട്ട് ഒരു നല്ല ടൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതൊരു സീരീസായിട്ട്, അതായത് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യും. ഈ അഭിനേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇടേണ്ട കാര്യമൊക്കെയാണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു സീരീസായിട്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീരീസായിട്ട് റിലീസ് ആവുകയാണെങ്കിൽ എൻ്റെ മോനെ അടിപൊളി പരിപാടിയായിരിക്കും. ആ അവസാനത്തെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്തൊരു ഒരു രസമുള്ള ഫാക്ടറുണ്ട്. എവിടെയോ ഫ്രോസൺ പോലെയൊക്കെ എനിക്ക് തോന്നിയെങ്കിലും അത്യാവശ്യം രസമുള്ളൊരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി പരിപാടിയാണ്. പിന്നെ എനിക്ക് നമ്മുടെ റിയാസ് ഖാൻ്റെ പോർഷൻസ് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടർ, പുള്ളി പറയുന്ന ഡയലോഗ്, അതിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ ഇവരൊക്കെ, പക്ഷേ ആ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് സൈഡ് സിനിമയുടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അതിലെ പാട്ടുകളാണെങ്കിലും അതിൻ്റെ ഒരു സ്കോറിങ് പോകുന്നതൊക്കെ ആണെങ്കിലും, പ്രത്യേകിച്ച് ഇതിലെ ഇൻ്റർവെലിനോട് മുമ്പ് ഒക്കെ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ VFX സൈഡാണ്. സത്യം പറഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് VFX ഒരു നെഗറ്റീവായി പറയേണ്ടി വരുമെന്നാണ്. കാര്യം തുടക്കത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ അതവിടെ ഉള്ളത് നല്ലതുമാണ്. അപ്പം ഈ ലാസ്റ്റ് വന്ന ഇപ്പോൾ സംഭവം അധ്യായം ഒന്ന് സിനിമയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര ഒന്നും അതിനകത്ത് ഈ പറയുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ തന്നെ അവർ ആ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളപ്പോൾ നമ്മൾ എന്തിനിങ്ങനെ ഈ വെച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഈ സാധനം അവർ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ആ പോർഷൻസും എനിക്ക്, ആ VFX സൈഡും എനിക്ക് ഒരു ഗുഡ്, അല്ലെങ്കിൽ എബോവ് ആവറേജ് എന്നൊക്കെ പറയാനാണ് തോന്നുന്നത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ കഥയാണ്. ഒരു ഓക്കേഷ് കഥയാണ്. ഇപ്പം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ആ കോർ സാധനം ഉണ്ടല്ലോ, മന്ദാകിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അതിൻ്റെ ഒരു പാസ്റ്റ് സ്റ്റോറിയൊക്കെ വെച്ചുകൊണ്ട് അതിലേക്കുള്ളൊരു ചൂണ്ടുപലക എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ കാണുകയാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ സിനിമയുമായിട്ട് ഏതെങ്കിലും ഒരു നല്ല പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് പിച്ച് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഈ പറഞ്ഞ ബാക്കി ഭാഗങ്ങളെ ആനിമേറ്റ് ചെയ്ത് റിലീസ് ചെയ്യാം എന്ന് പറയുന്നൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനോടൊരു സ്കോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല, അതിനൊരു ഇൻ്റർനാഷണൽ സ്കോപ്പുള്ളൊരു സാധനമാണ്. പക്ഷേ അതെങ്ങനെ പിച്ച് ചെയ്യുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലേക്കാണ് കാര്യം ഇരിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തരക്കേടില്ലാത്തൊരു അനുഭവം. എന്തായാലും ബോംബല്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു ഗംഭീര പരിപാടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര പരിപാടിയായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഓക്കേഷ് ആവറേജ് പടമാണ്. പക്ഷേ ഈ പറയുന്ന VFX പരിപാടികളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ ഇതിൻ്റെ അടുത്ത സാധനം വരികയാണെങ്കിൽ അതിലേക്കുള്ളൊരു ചൂണ്ടുപലക എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് നോക്കിക്കാണാം. ഇനി നെഗറ്റീവ് സൈഡൊക്കെ പറയാനാണെങ്കിൽ, ഈ സിനിമ തുടങ്ങുമ്പോൾ ഇതിനകത്തൊരു കോളേജുണ്ട്, ശ്രീകൃഷ്ണവർമ്മ കോളേജോ അങ്ങനെ എന്തോ കാണിക്കുന്നത്. അപ്പോൾ ആ കോളേജ് നിൽക്കുന്നത് ഒരു കാടിൻ്റെ നടുക്കാണ്. അവിടെ ഈ മന്ദാകിനി കാടൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവർക്ക് കാണിക്കണം. പണ്ടത്തെ ഒരു കൊട്ടാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ കാണിക്കുന്നതും അതുപോലെ ഇപ്പം നമ്മൾ കോളേജായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും തമ്മിൽ ആടും പോലെയല്ല, അമേരിക്ക അഫ്ഗാനിസ്ഥാനും പോലെയുള്ള വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പോലെ അതിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ പൊളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കാണിച്ചിട്ട് പണ്ട് ഇത് ന്യൂയോർക്ക് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. അതുപോലെ ഇത് കാടിൻ്റെ ഒരു നടുക്കാണ് ഈ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യം കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയായിപ്പോയി. ഈ കാടിന് നടുക്കോട്ട് ഈ ആൾക്കാർ എങ്ങനെ വന്ന് കയറും, അത്രയും ഭീകരമായിട്ടില്ല. പക്ഷേ കോളേജിൻ്റെ പുറത്ത് സ്ഥലമൊന്നും കാണിക്കുമ്പോൾ അത്രയും കാടൊന്നുമില്ല, മനുഷ്യന്മാരും വീടും വണ്ടികളും എല്ലാം ഉണ്ട്. പക്ഷെ മോളിൽ നിന്നുള്ള ഈ കോളേജ് ഇത്ര ഭീകരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാട് അതിൻ്റെ ചുറ്റും വെതറി കഴിഞ്ഞപ്പോൾ ഒരു കാട്, ആമസോൺ കാടിൻ്റെ നടുക്ക് ഒരു കോളേജ് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പിന്നെ എനിക്ക് കാസ്റ്റിങ്ങിൽ കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻസിനെ പേടിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ കാണും. ശരിക്കും
ടീച്ചേഴ്സ് ഈ സ്റ്റുഡൻ്റായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെക്കാളും യങ് ആണെന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ തോന്നും. അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു തോന്നി. കുറച്ച് പിള്ളേരെ തന്നെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് കൺവിൻസിങ് ആവുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു മെയിൻ നായകൻ നായിക എന്നൊക്കെ പറയുന്ന ആളുകളിലേക്കൊക്കെ വരികയാണെങ്കിലും അവരും അത്യാവശ്യം നന്നായി തന്നെ പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിഷ്വലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എയുടെ കാര്യം പറഞ്ഞ പോലെ ചില സ്ഥലത്തൊരു സോഫ്റ്റനിങ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ നായകൻ നായിക പരിപാടിയിലേക്ക് വരുമ്പോൾ ഏതോ ഒരു സീനിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ചില സീനിൽ അതില്ല. അപ്പം ഇതിൻ്റെ ഈ ഷാർപ്നെസ്സും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നി. അത് കുറച്ചും കൂടി ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലാണ് സമ്മാനിച്ചത്. പക്ഷെ അപ്പോഴും ഞാൻ പറയാം, ഈ പറയുന്ന നെഗറ്റീവ്സ് ഒക്കെ നിൽക്കുമ്പോൾ അവസാനം അവർ വെച്ച് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതിപ്പോൾ ലാസ്റ്റ് വന്ന ഒരു സിനിമയിലും എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. സിനിമ ഭയങ്കര ഹിറ്റോ സംഭവം ഒന്നും ആയിട്ടില്ലെങ്കിലും അതിനകത്ത് അവർ വെച്ചിട്ടൊരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. പക്ഷേ ഈ പറയുന്ന വെച്ച് ഇവർ ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് നമുക്ക് പുകഴ്ത്താൻ തോന്നാത്തതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ഒറിജിനലിനെ തോപ്പിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി, അതിൽ ഗംഭീര സ്റ്റോറീസ് കൊണ്ടുവരാൻ തുടങ്ങി. അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഇത് കാണുമ്പോൾ ഇത് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ട് കാണിക്കണമായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ലോകയിലെ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചുകൊണ്ടൊരു റീൽസ് പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അമ്മാതിരി ഒറിജിനാലിറ്റി. അത് വെച്ചിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന ഈ വെച്ച് ചെയ്യുന്ന കാര്യം നോക്കുമ്പോൾ പോരാ, ഇനിയും ഒരുപാട് അവർ പുഷ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ ശരി, ബൈ.